ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എന്നത്തെയും പോലെ ഇന്നലെ നമ്മളെന്തായിരുന്നു ഇന്നലെയാണോ ബ്യൂട്ടി ടിപ്പ് ചെയ്തല്ലോ പൗഡറിൻ്റെ. അപ്പോൾ ഇന്നും നമുക്ക് ബ്യൂട്ടി ടിപ്പൊക്കെ തന്നെയാണ്. അടിപൊളി റിസൾട്ട് കിട്ടുന്ന അടിപൊളി കിടുക്കാച്ചി സൂത്രമാണ് ഇന്ന് സുപ്പ് കാണിച്ചിരുന്നത്. അപ്പോഴും നമ്മളെയൊക്കെ ആണെങ്കിലും നിറം കുറഞ്ഞവരെന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർ കളിയാക്കുമല്ലോ. അപ്പോഴും നമ്മളിനി കരയണ്ട കേട്ടോ, നമുക്കിനി കരയണ്ട. ഒരുപാട് സൂത്രപ്പണികളുണ്ട്. നിറം കുറഞ്ഞവരെന്ന് പറഞ്ഞ് ആരാ ഞങ്ങളെയൊക്കെ ആക്ഷേപിക്കുന്നത്? അപ്പോഴേ ഇനി ഞങ്ങൾ പിടിച്ചാൽ കിട്ടത്തില്ല കേട്ടോ. ഞങ്ങളിങ്ങനെ ഓരോരോ പായ്ക്കുകളൊക്കെ ഇട്ടുണ്ടല്ലോ തകർക്കും. അപ്പോഴാരും ഞങ്ങളെ ഒന്നും കളിയാക്കണ്ട. നിറം കുറഞ്ഞവരൊന്നും കൂടിയവരൊന്നും ഒന്നും കളിയാക്കണ്ട കേട്ടോ. അപ്പോൾ സുപ്പുവിൻ്റെ പാതയൊക്കെ പിന്തുടർന്നാൽ നമുക്ക് നിറം ഇല്ലാത്തവരും നിറം കൂട്ടാം. നിറം ഉള്ളവർ അതിൽ കൂടുതൽ നിറമൊക്കെ കിട്ടും കേട്ടോ. അല്ലാതെ പിന്നെ ഞാനിപ്പോൾ എങ്ങനെ പറഞ്ഞു തരുന്നത്? കളറുള്ളവർ കളർ ഒത്തിരിയും കൂടെ കൂടും, കളറില്ലാത്തവർ നമുക്ക് അത് മെച്ചപ്പെടുത്താം കേട്ടോ. അപ്പോൾ നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഇന്നലെ ഫങ്ഷനൊക്കെ പോയെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ മെനഞ്ഞാന്ന് നമ്മൾ ചെയ്ത സംഭവം ഇന്നലെ ഞാൻ 2 ദിവസം മുമ്പ് എടുത്ത വീഡിയോ പൗഡറിൻ്റെ കേട്ടോ എടുത്ത് വെച്ചിരുന്നതാണ്. നാളെ നമുക്ക് ഫങ്ഷനൊക്കെ പോകണമല്ലോ, അതുകൊണ്ട് ഞാൻ നേരത്തെ എടുത്ത് വെച്ചിരുന്ന വീഡിയോ ഇന്നലെ ഇട്ടത് കേട്ടോ പൗഡർ. അപ്പോൾ മെനഞ്ഞാന്ന് നമ്മളെന്തോ അതെന്തോ ഏതാണെന്ന് എനിക്കറിയത്തില്ല, കാപ്പിപ്പൊടി എന്തോ വെച്ച് ഞാൻ ചെയ്തതാണ്. പക്ഷെ അന്നേരം ഞാൻ മോക്കും കൊടുത്തല്ലേ ആ പായ്ക്ക്. അപ്പോൾ ഇന്നലെ രാവിലെ ഞങ്ങളൊന്നും ചെയ്യാതെയാണ് പോയത്. പക്ഷേ ഞങ്ങളോട് ഒത്തിരി പേര് ചോദിച്ചു, എന്നോട് ചോദിച്ചില്ല, എൻ്റെ മുഖമൊക്കെ എപ്പോഴും ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു. പക്ഷേ മോളോട് അവളുടെ മാമൻ ചോദിച്ച് നീ എന്താണ് ഇന്ന് വാരി പുരട്ടിയത്? പക്ഷേ ഞങ്ങളൊന്നും ചെയ്യാതെ പോയത് ഇന്നലെ രാവിലെ കേട്ടോ. പക്ഷെ അവൾക്ക് നല്ല കിടു റിസൾട്ട് കിട്ടിയായിരുന്നു. ആ മെനഞ്ഞാന്ന് വൈകിട്ട് നമ്മൾ ചെയ്തതും ഇന്നലെ രാവിലെ നമ്മൾ ഒന്നുമില്ലാതെ ആണെന്നല്ല നമ്മൾ പോകുന്നത്, പൗഡർ പോലും തേക്കാതെ പോകുന്നത്. പക്ഷെ നല്ല റിസൾട്ട് കൊച്ചിന് കിട്ടിയായിരുന്നു. എനിക്ക് പിന്നെ എപ്പോഴും എൻ്റെ മോൻ ഇങ്ങനെയൊക്കെ തന്നെ ഇരിക്കുന്നത് കേട്ടോ. നമ്മളിങ്ങനെ തേച്ച് പോകുന്നതുകൊണ്ട് അങ്ങനെ അവൾ ഓരോരോ പായ്ക്കുകളും അവളും ചെയ്യുന്നുണ്ട്. പക്ഷേ ആ മെനഞ്ഞാനത്തെ നമ്മുടെ അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഒരു പായ്ക്കായിരുന്നു മെനഞ്ഞാനത്തെ കേട്ടോ. എനിക്ക് കറക്റ്റായിട്ട് നമ്മൾ എന്താ ചെയ്തതെന്ന് ഓർമ്മയില്ല. അപ്പോൾ ഇന്ന് നമുക്ക് ആ കിടുക്കാച്ചി ഐറ്റം ചെയ്ത് കാണിക്കാം. അപ്പോൾ ആരും വിഷമിക്കേണ്ട. നമുക്ക് ഓരോ ദിവസവും ചെയ്താൽ അത്രമേലെ റിസൾട്ട് കിട്ടുന്ന ഒരു കിടുക്കാച്ചി ഐറ്റമായിട്ടാണ് ഇന്ന് നമ്മുടെ സുപ്പ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോഴേ എൻ്റെ പാത പിന്തുടരുകയോ എൻ്റെ തലത്തൊട്ട് സത്യം ചെയ്യാൻ എൻ്റെ പാത പിന്തുടരാമെന്ന് നിങ്ങൾ. അവിടെ 3 ഐറ്റങ്ങൾ മാത്രം മതി നമുക്ക് ഇന്ന് നമ്മുടെ ഈ ഒരു പായ്ക്കിന്. അപ്പോൾ മുൾട്ടാണി മിട്ടിയും നമുക്ക് തൈരും, നല്ല തണുത്ത തൈരായിട്ടാണ് എനിക്ക് എൻ്റെ ഫ്രിഡ്ജ് വെച്ചിരുന്നത്. നല്ല കട്ട തൈരും മഞ്ഞപ്പൊടിയും മാത്രം മതി. കസ്തൂരി മഞ്ഞളുണ്ടെങ്കിൽ ഏറെ നമുക്ക് റിസൾട്ട് കിട്ടും. പക്ഷേ സുപ്പൂപ്പം പച്ച മഞ്ഞൾ പൊടിച്ച് വെച്ചേക്കുന്നതാണ് കേട്ടോ. അത് നമുക്കെടുത്ത് ഇന്ന് മിക്സ് ചെയ്യാം. കസ്തൂരി മഞ്ഞൾ 1 മൂട എനിക്കുണ്ട്. ഇനി അത് നമുക്ക് കിളച്ചെടുത്തത് പൊടിച്ച് വെക്കണം, വെയിലത്ത് ഉണക്കി പൊടിച്ച് വെക്കണം. അപ്പോഴേ നമ്മുടെ ഈ സാധാ മഞ്ഞളിൻ്റെ അത്രയും കളറില്ല കേട്ടോ അതിന് കേട്ടോ. ഒരു ലൈറ്റ് കളറൊക്കെ വരുന്നത് ഒറിജിനലാണെങ്കിൽ അല്ലേ. അപ്പോൾ നമുക്ക് മുൾട്ടാണി മിട്ടി ചേച്ചി, ബഹുമാനപ്പെട്ട നമ്മുടെ മുൾട്ടാണി മിട്ടി ചേച്ചി നമ്മൾ അങ്ങോട്ട് എടുക്കുന്നു. സ്പൂണിൻ്റെ കേട്ടോ. ആവശ്യത്തിന് നമ്മുടെ മുഖത്തും കഴുത്തിലും ആവശ്യത്തിന് നമുക്ക് എടുക്കാം കേട്ടോ. ആഴ്ചയിൽ ഒരു 2-3 പ്രാവശ്യമൊക്കെ നിങ്ങൾ ചെയ്തോളി, ഒരു കുഴപ്പമില്ല കേട്ടോ. എന്തായാലും ഞാൻ ഇതേ 1 സ്പൂണ് നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ. 1 സ്പൂണ് നമ്മൾ എടുക്കുന്നു. ആവശ്യത്തിന് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു പിഞ്ചൊക്കെ, ഒരുപാട് വേണ്ട കേട്ടോ. മഞ്ഞൾപ്പൊടി നമ്മൾ എപ്പോഴും മഞ്ഞൾ യൂസ് ചെയ്യാതിരിക്കുന്നതാണല്ല, നമ്മുടെ മുഖത്തങ്ങോട്ട് പെട്ടെന്ന് എടുത്തറിയാൻ പറ്റും മഞ്ഞൾ. ദേ എൻ്റെ സ്പൂണ് കണ്ടോ നിങ്ങൾ, എൻ്റെ മാതിരി ഒടിഞ്ഞു കുത്തിയിരിക്കുന്നത് വെച്ചാൽ നമ്മളിത് എപ്പോഴും എടുക്കുന്നതുകൊണ്ടേ ഇത് മാറ്റി വെച്ചേക്കുന്ന നമ്മുടെ മഞ്ഞൾപ്പൊടി കേട്ടോ. അപ്പോഴൊരു നുള്ള ഒരു പിഞ്ചെന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അങ്ങനെ മതി കേട്ടോ. ദേ ഇങ്ങനെ 1 നുള്ള മതി, ഒത്തിരി ഒന്നും നിങ്ങൾ എടുക്കേണ്ട. കളറിന് മാത്രം കേട്ടോ. ദേ അതിനകത്തോട്ട് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ആവശ്യത്തിന്, നിങ്ങൾക്ക് ഇത് മിക്സ് ചെയ്ത് വരുമല്ലോ, അത്ര ആവശ്യത്തിന് നമ്മൾ തൈര് എടുക്കണം കേട്ടോ. ഞാൻ അളവൊന്നുമില്ല, നമുക്ക് ഈ തൈരിന് അളവൊന്നുമില്ല. നമ്മുടെ അത് ബഹുമാനപ്പെട്ട നമ്മുടെ മുൾട്ടാണി മിട്ടി ചേച്ചി ഒന്ന് മിക്സ് ആവുന്നത് വരെ നമുക്കിത് ഒന്ന് വേറെ നമ്മൾ പാലും ഒന്നും ഒഴിച്ച് കൊടുക്കുന്നല്ലോ. ഈ തൈരിൻ്റെ ഒരു ഇതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വായി നോക്കുന്നത്
വണ്ടിക്കാരൊക്കെ പോകുന്നു കേട്ടോ. അതിനാ വായ്നോട്ടം പിന്നെ നമ്മൾ ഈ സ്ത്രീകൾക്കുള്ളതാണല്ലോ. പിന്നെ ചിലർ ഭയങ്കര ഡീസൻ്റായിട്ടൊക്കെ ഇരിക്കും, പക്ഷെ അവർ വായ്നോട്ടത്തിൻ്റെ തലപ്പത്തിരിക്കുന്നവരായിരിക്കും കേട്ടോ. അപ്പോൾ മിക്സ് ചെയ്ത് നമുക്ക് ഇത്തിരി നേരം ഒന്ന് വെക്കണം കേട്ടോ. നമുക്ക് അത് പെട്ടെന്ന് നമ്മൾ ചെയ്യേണ്ട. നിങ്ങൾ എത്രമാത്രം, ഞാൻ പറഞ്ഞില്ലേ അളവില്ല കേട്ടോ. നമ്മുടെ ആ തൈരിനെ നമ്മുടെ മുഖത്ത് ഇരിക്കാൻ പാകത്തിന് നമ്മളത് എടുക്കണം കേട്ടോ. ഇച്ചിരി കൂടെ വേണം, അങ്ങനെ എടുത്തു കേട്ടോ. അതാ ഞാൻ പറഞ്ഞ അളവൊന്നുമില്ല. ഒരുപാട് മഞ്ഞൾപ്പൊടി വാരിയേണ്ട കേട്ടോ. എനിക്കൊക്കെ ആണെങ്കിൽ മഞ്ഞൾപ്പൊടി എനിക്കാണെങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് എടുത്തറിയാം കേട്ടോ. മുഖത്ത് നമ്മുടെ മഞ്ഞൾ നമ്മൾ എന്തെങ്കിലും ചെയ്താൽ നന്നായിട്ട് എടുത്തറിയാം. ഇന്നലെ തുന്നം പാടിയൊക്കെ ഇല്ല. നമ്മൾ ജീരകമുട്ടായി പിറക്കിൽ നമ്മൾ വിജയം കൈവരിച്ചിരിക്കുന്ന വിവരം നിങ്ങളൊക്കെ അറിഞ്ഞാണല്ലോ. ഷോർട്ടിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പായ്ക്ക് തയ്യാറാക്കിക്കൊണ്ടിരുന്നപ്പോൾ നമ്മുടെ പോസ്റ്റ്മാൻ വന്നായിരുന്നു കേട്ടോ. ഇത്തിരി നേരം ഞങ്ങൾ രണ്ടും കൂടെ കത്തി അഴിച്ചു. പിന്നെ അപ്പോഴത്തേനും നമ്മുടെ പായ്ക്കൊക്കെ ഒരു 5 മിനിറ്റ് ആയി ഞങ്ങൾ വർത്താനം പറയും. അതൊക്കെ നമുക്കൊരു സൗഹൃദങ്ങളല്ലേ. പിന്നെ ഇടയ്ക്കൊക്കെ കാണുമ്പോൾ നമ്മൾ സൗഹൃദങ്ങളൊക്കെ പുതുക്കണം കേട്ടോ. ഇങ്ങനെയൊക്കെ വരുന്നവരെ മോന്തയും വീർപ്പിച്ച് നമ്മൾ പറഞ്ഞു വിടുന്നത് എന്തെങ്കിലുമൊക്കെ നമ്മൾ അറിയുന്നവരാണെങ്കിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും കുഞ്ഞു വിശേഷങ്ങളൊക്കെ നമ്മൾ തിരക്കി വിടണം കേട്ടോ. അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെ, നമുക്ക് സന്തോഷമുള്ളതൊക്കെ സംസാരിക്കാൻ. അങ്ങനെ കേട്ടോ. ആ മോന്തയും വലിച്ചു കിട്ടിയൊന്നും ഞാൻ ഇരിക്കത്തില്ല. നമ്മൾ പറഞ്ഞു വന്നത് എന്താണ്, ഇന്നലത്തെ ഒരു പരാജയം. പക്ഷേ നമ്മൾ നികത്തി കേട്ടോ. അത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ആ മോൻ വന്നത് കേട്ടോ. അപ്പോഴത്തേ നമ്മുടെ പായ്ക്കൊക്കെ സെറ്റ് കണ്ടോ, ഇങ്ങനെ സെറ്റായിട്ടിരിക്കുന്നത് കേട്ടോ. ഒരുപാട് മഞ്ഞൾ വാരിയേണ്ട, കുറച്ച് മഞ്ഞൾ. അപ്പോഴും നന്നായിട്ട് നമുക്ക് കളർ കിട്ടാനും. പക്ഷേ എന്നും നമുക്ക് ചെയ്യാം. നിങ്ങൾക്ക് പറ്റുന്നവരാണെങ്കിൽ എന്നും ചെയ്തോളൂ കേട്ടോ. നമുക്ക് കിടു ഓരോ ദിവസവും നമുക്കിതിന് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ചെയ്യുമ്പം നന്നായിട്ട് മുഖമൊക്കെ നന്നായിട്ട് കഴിയതിന് ശേഷം വന്നിരുന്നു. മുഖം കഴിയിട്ട് ഉണങ്ങി കേട്ടോ. നന്നായിട്ട് കഴിയതിന് ശേഷം നമ്മൾ പുരട്ടി കൊടുക്കുക. നല്ല കട്ടിക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക കേട്ടോ പായ്ക്ക്. അങ്ങനെ നമ്മുടെ ബഹുമാനപ്പെട്ട മുൾട്ടാണി ചേച്ചിയെ ഇതേ നമ്മൾ അങ്ങോട്ട് മുഖത്ത് പുരട്ടി കൊടുക്കാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞിട്ടില്ലേ, അമ്പലത്തിൽ നമ്മുടെ ദേവനും ദേവിക്കും ഒക്കെ ചന്ദനം ചാർത്തത്തില്ലേ, ഇതേ നമ്മുടെ സുപ്പും അങ്ങനെ ഈ മുൾട്ടാണി മിട്ടി ചേച്ചിയിൽ കുതിർന്നിരിക്കും ഇപ്പം കേട്ടോ. നമ്മുടെ അണ്ണൻ വരുമ്പോൾ ഇതൊക്കെ രാവിലെ പോയപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ, പിന്നെ എന്ത് പറ്റിയെന്നൊക്കെ വിചാരിക്കും കേട്ടോ. ആൾ തന്നെ മാറിപ്പോയെന്നൊക്കെ വിചാരിക്കും കേട്ടോ. നമുക്കൊരു 15 മിനിറ്റ് ഇങ്ങനെ ഇരിക്കണം കേട്ടോ, ഇങ്ങനെ തേച്ചിട്ട്. നന്നായിട്ട് കട്ടിക്കും. ഞാൻ ഇന്നാളിലും ഒന്ന് ചെയ്തായിരുന്നെന്ന് തോന്നുന്നു. ഇടയ്ക്ക് നമ്മളല്ലാത്ത ഇടയ്ക്കൊക്കെ സമയം കിട്ടുന്നവരാണെങ്കിൽ ഇതിനൊക്കെ ഒരു സമയം കണ്ടെത്തണം കേട്ടോ. ഒരു 10, 15, 20 മിനിറ്റ് എന്തായാലും നമ്മൾ സമയം കണ്ടെത്തണം. സമയമില്ല എന്ന് എല്ലാവരും പറയും. പക്ഷേ ഇതിനൊക്കെ ചെയ്യാൻ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ. അപ്പോൾ നമുക്ക് ആ വിഷമങ്ങളൊക്കെ പമ്പ കിടക്കും കേട്ടോ. ഞാൻ പറഞ്ഞ ആ വിഷമങ്ങൾ അപ്പോൾ നല്ല നിറം വയ്ക്കാനും മുഖത്തെ കറുത്ത കുരുക്കളും പാടുകളും വന്നു പോയ നമ്മുടെ മുഖക്കുരുവിൻ്റെ പാടുകളും ഒക്കെ മാറിക്കിട്ടും നമ്മുടെ ഈ ബഹുമാനപ്പെട്ട മുൾട്ടാണി മിട്ടി ചേച്ചിയെ അങ്ങോട്ട് നിങ്ങളിങ്ങനെ വാരിപ്പരട്ടിയാൽ കണ്ട ദേവത മാതിരി ഞാൻ ഇരിക്കുന്നു. അമ്പലത്തിൽ വിഗ്രഹമൊക്കെ ഇരിക്കുമല്ലോ, അത്തോ മാതിരി ഞാൻ അങ്ങ് ഇരിക്കും. ഞാൻ കുറച്ചേ എടുത്തുള്ളൂ കേട്ടോ, ബാക്കി ഇരിക്കട്ടെ, ഇവിടെ ആളുണ്ട് പുരട്ടാൻ. അപ്പോഴിത് നമുക്കൊരു 15 മിനിറ്റ് നമ്മൾ ഇന്നലെ ഒന്നും പായ്ക്കൊന്നും പുരട്ടാതിരിക്കുക കേട്ടോ. ഇന്നലെ നമ്മളൊന്നും ചെയ്തിട്ടില്ല. ഇന്നലെ നമ്മൾ പായ്ക്കൊന്നും ഇട്ടില്ലായിരുന്നു. ഇന്നലത്തെ ഞാൻ പറഞ്ഞില്ലേ പൗഡറിൻ്റെ വീഡിയോ നേരത്തെ എടുത്തു വെച്ചിരുന്നതാണ്. അപ്പോഴങ്ങനെ നമ്മൾ നേരത്തെ നമ്മളൊക്കെ എന്തെങ്കിലും പ്രോഗ്രാമുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ നേരത്തെ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് വന്ന് അപ്ലോഡൊക്കെ ചെയ്യാൻ കേട്ടോ. ഞാൻ അങ്ങനെയാണ്. അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെയാണെന്ന് പറയണേ. ഒരു ചേച്ചി പോകുന്നത്, ഏത് ചേച്ചിയാണ് ചേച്ചിക്ക് എന്നെ മനസ്സിലായില്ല എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഫുൾ കവർ ചെയ്തിരിക്കുകയാണ് ബഹുമാനപ്പെട്ട നമ്മുടെ മുൾട്ടാണി മിട്ടി ചേച്ചി. അപ്പോൾ ഇനി വർത്താനമൊന്നും പറയാതെ ഒരു 15 മിനിറ്റ് ഞാൻ ഇവിടെ ഇരിക്കാം. അപ്പോൾ നിങ്ങൾ ഇരിക്കുമോ? നിങ്ങൾ എന്തെങ്കിലുമൊക്കെ അടുക്കളയിൽ പോയി ചെയ്തിട്ട് വരും. അപ്പോഴത്തേനും ഞാൻ
ഇവിടെ ഇരിക്കാം കേട്ടോ. നിങ്ങൾ അടുക്കളയിൽ പണിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പാത്രം കഴുകാനൊക്കെ ഉണ്ടെങ്കിൽ പോയി കഴുകിയിട്ട് വന്നാൽ മതി. അപ്പോഴത്തേനും നമ്മളിവിടെ സെറ്റായിട്ട് ഇവിടെ ഇരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് തുടയ്ക്കണം കേട്ടോ. നല്ല തണുപ്പുണ്ട്. തൈര് നമ്മൾ ഫ്രിഡ്ജിനകത്ത് കൊണ്ടുവന്നേ, അതുകൊണ്ട് നല്ല നമുക്ക് തണുപ്പുണ്ട്. അപ്പോൾ പോയിട്ടൊക്കെ വരാം. പോയിട്ട് ഞാനെങ്ങും പോകുന്നില്ല, ഞാൻ ഇവിടെ തന്നെ ഇരിക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ ചേച്ചി സെറ്റായി കേട്ടോ. 15 മിനിറ്റൊക്കെ ആയി. നമുക്കിനി തുടയ്ക്കാം. ഇതേ അത്ര അങ്ങ് ഉണങ്ങത്തില്ല, തൈരൊക്കെ ഉള്ളതുകൊണ്ട് അതിനകത്ത് നെയ്യുടെ ഒരു ഇതുണ്ടല്ലോ. അപ്പോൾ ഒരുപാടങ്ങ് ഉണങ്ങി വെടിച്ച് കീറത്തില്ല കേട്ടോ. അപ്പോൾ അതിന് മുന്നേ നമ്മൾ തുടയ്ക്കാം. ഇവിടെ ഞാൻ തുടച്ച് കാണിച്ചിട്ട് വെളിയിൽ പോയി തുടയ്ക്കണം. എന്ന് വെച്ചാൽ ഒത്തിരി നമ്മൾ നന്നായിട്ടിത് ഒന്ന് കട്ടിക്കിട്ടാലേ അതിന് റിസൾട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. അല്ല നമ്മൾ വെറുതെ അങ്ങിട്ടാൽ അതിന് റിസൾട്ടില്ല. അന്നേരം നമ്മൾ ചെയ്യുമ്പോൾ കട്ടിക്കൊക്കെ കേട്ടോ. അതേ നമ്മുടെ വിഗ്രഹത്തിൽ നിന്ന് നമ്മൾ തിരുമേനിമാർ ചന്ദനം എടുക്കത്തില്ലേ, ചന്ദനം കഴുകി മാറ്റത്തില്ലേ, അപ്പോഴതുമാതിരി നമുക്കത് കിട്ടും കേട്ടോ. ഞാനിത് ആദ്യം നമ്മൾ പഴയ ഒരെണ്ണം എടുത്തേക്കുന്നത്. അപ്പോഴൊന്ന് തൂത്ത് മാറ്റിയിട്ട് ഞാൻ നന്നായിട്ട് കഴുകി കാണിക്കാൻ കേട്ടോ. അന്നേരം നമുക്കതിന് വ്യത്യാസം മനസ്സിലാവും കേട്ടോ. കട്ടിക്ക് തേച്ചത് കൊണ്ട് തന്നെ ഉണ്ട്. ചെയ്ത് നോക്കണം നിങ്ങൾ കേട്ടോ. അപ്പോഴിത് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും കേട്ടോ. എന്നാൽ ചോദിക്കും ബാക്കിയുള്ളതും നമുക്ക് കിട്ടുവാണോ കേട്ടോ. ഇവനെ നല്ല വ്യത്യാസം കിട്ടും നമുക്ക്. ആരുടെയോടെ പേടിപ്പിക്കാൻ വരുന്നത്? ചുമ്മാ കഥകൾ തന്നെ കാറ്റടിച്ചങ്ങ് എന്നെ പേടിപ്പിക്കാൻ. കാറ്റിന് പോലും കുശുംബാസു ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ പോയോ? ഇനിയുണ്ടോ മൂക്കിലൊക്കെ? ഇവിടെയൊക്കെ പോയെന്ന് തോന്നേ. ഞാൻ നന്നായിട്ട് കഴുകിക്കൊണ്ട് വരാം കേട്ടോ. ഇവിടെയൊക്കെ കാണാതിരിക്കുന്നിടത്തുമൊക്കെ നമ്മൾ പോയി അത് കഴുകിയിട്ട് വരാം. അപ്പോഴിതേ നമ്മൾ നന്നായിട്ട് തുടച്ചുകൊണ്ട് വന്നു. ഞാൻ ഒന്നും ചെയ്തില്ല കേട്ടോ. നന്നായിട്ട് നമ്മൾ തുടച്ചുകൊണ്ട് വന്നു. ഒന്നുമേ ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. ഒന്നുമേ ഇല്ല. നമ്മുടെ ഫുള്ള് നമ്മൾ നന്നായിട്ട് തുടച്ചു. അപ്പോഴും നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ നമ്മൾ റിസൾട്ടൊക്കെ കാണിച്ചു തന്നു. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം. ഞാൻ ഇടയ്ക്കിടുന്ന എനിക്കിഷ്ടപ്പെട്ട ഒരു നല്ലൊരു പായ്ക്കായത് കേട്ടോ. ഈ മുൾട്ടാണി ചേച്ചി അവൾ അടിപൊളിയാണ്, സംഭവം കിടുവാണ് അവൾ കേട്ടോ. അവളെ നമ്മൾ ഇങ്ങനെ പായ്ക്കായിട്ട് ചെയ്താൽ നല്ല അടിപൊളി കിടുക്കാഴ്ചയാണ്. അപ്പോഴും നിങ്ങളും ചെയ്ത് നോക്കണം ഈ ഒരു കിടു ഐറ്റം. വിരുന്ന് വിളിക്കുന്ന ആരോ അല്ല, കാക്ക ഇരുന്ന് വിരുന്ന് വിളിക്കുന്ന കേട്ടോ. നേരത്തെ കവിളൊന്നും പിടിച്ചിട്ട് വരാത്ത കവിളൊക്കെ നമ്മൾ പിടിക്കുമ്പോഴേ ഓടിച്ചാടി നമ്മുടെ ഓട വരും കേട്ടോ. അത്ര സോഫ്റ്റാവും. നമ്മളിങ്ങനെ ഓരോരോ കിടക്കാഴ്ച പായ്ക്കുകളൊക്കെ ഇട്ട് നല്ല സോഫ്റ്റാവും നമ്മുടെ കവിളൊക്കെ കേട്ടോ. കവിളൊക്കെ പോയി. നേരത്തെ അത്ര കവിളൊന്നുമില്ല. അപ്പോൾ വണ്ണം പോയത് കൊണ്ട് തന്നെ നമ്മുടെ കവിള ഒട്ടും കേട്ടോ. കവിളൊട്ടുന്നത് എനിക്ക് അത്ര ഇഷ്ടമല്ല, എന്നാലും സാരമില്ല, പോട്ടെ കേട്ടോ. അപ്പോഴേ ഈ ഒരു പായ്ക്ക് എല്ലാവരും ചെയ്ത് നോക്കണം. ഈ 3 പേര് മാത്രം മതി കേട്ടോ. നിങ്ങളെ ചെയ്യുന്നെങ്കിൽ ആഴ്ച 3 പ്രാവശ്യമൊക്കെ ചെയ്ത് നോക്കി. എന്നും ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. നല്ല കിടു റിസൾട്ട്. അതേ നിരങ്ങി കസേരന്നൊക്കെ ഇറങ്ങി ഓടും ഞാൻ കേട്ടോ. നമ്മളിങ്ങനെ നോക്കാൻ വന്നിരിക്കുന്നത്. അപ്പോഴേ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഇന്നത്തെ ടിപ്പൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്ത് തരണേ. അപ്പോൾ നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം. എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. ചെയ്ത് നോക്കിയിട്ട് റിസൾട്ടൊക്കെ പറയണം. പൊട്ടയാണേലും നല്ലതാണേലും സുപ്പുവിനോട് പറയണം. പിന്നെ ഓരോരുത്തർക്കും ഓരോ സ്കിന്നുകാർക്ക് എല്ലാവർക്കും ചെയ്യാം കേട്ടോ. ഇത് ഒരു കുഴപ്പമൊന്നുമില്ല. എന്നും നമുക്ക് ചെയ്യാം. എല്ലാവർക്കും ചെയ്യാവുന്ന നല്ലൊരു പായ്ക്ക് ഇത് കേട്ടോ. അപ്പോൾ ചെയ്ത് നോക്കണം. ചിലർക്ക് സംശയം വരും ഞങ്ങൾക്ക് ചെയ്യാം. ചിലരുടെ ഈ ഓയിലി സ്കിന്നൊക്കെ ഉള്ളവർ കേട്ടോ, ഈ മുഖത്തിങ്ങനെ കുരുപ്പൊക്കെ ഉള്ളവർക്ക് അങ്ങനെയുള്ളവർക്കൊക്കെ നല്ലതാണ് ഇത് കേട്ടോ. നല്ല കിട്ടും ഐറ്റമാണ്. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയൂ എന്നോട്. ഞാൻ കാത്തിരിക്കും കേട്ടോ. അപ്പോഴും നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ വരണം കേട്ടോ.